ഒരു തിയേറ്ററിൽ ഒരു മോഹൻലാൽ സിനിമ കാണുമ്പോൾ പൊട്ടിച്ചിരിക്കുക, ഇമോഷണൽ ആവുക, രോമാഞ്ചം കൊള്ളുക, ഈ വക സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തൊരു മോഹൻലാൽ സിനിമ തരുൺ മൂർത്തിയുടെ തുടരും. ഈ വീഡിയോയിൽ പൊട്ടൻഷ്യൽ സ്പോയിലേഴ്സ് ഉണ്ട്. സോ സിനിമ കാണാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സാധാരണ പല സിനിമകളുടെയും കേസ് പറയുമ്പോൾ പ്രൊമോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കാതെ ഇരുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലാലേട്ടനെ വെച്ച് ഇൻ്റർവ്യൂസിൽ എവർഗ്രീൻ പെയറായ ഏട്ടൻ ശോഭന പെയറിൽ നിന്ന് പോലും ഒരു ഇൻ്റർവ്യൂ വന്നില്ല. എന്നാൽ എവിടെയൊക്കെ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും തരുൺ മൂർത്തി വളരെ സൈലൻ്റ് ആയിരുന്നു. സിനിമയെക്കുറിച്ച് കാര്യമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഒരു നോർമൽ സിനിമയുടെ ഷോ തുടങ്ങുന്ന പോലെ 10 മണിക്ക് ആദ്യ ഷോ. ഫാൻ ഷോകളില്ല. ജോർജ് കുട്ടിയുടെയും ശിവരാമൻ്റെയും ഇടയിലുണ്ടായ കഥാപാത്രമാണ് ഷൺമുഖം എന്നുള്ള വാദങ്ങളില്ല. അങ്ങനെ ഒട്ടും ഹൈപ്പാക്കാതെ ഒരു കാര്യവും അറിയാതെ ഈ സിനിമ കണ്ടപ്പോൾ ഫ്രഷ്നെസ് പോയില്ല. ഇടയ്ക്കെപ്പോഴോ ഭരദ്വാജ് രംഗൻ കൊടുത്ത ഇൻ്റർവ്യൂവിൽ തുടരും ദൃശ്യം പോലത്തെ ഒരു സിനിമയാണ് നേട്ടൻ കൊടുത്ത ഒരു എക്സ്പോസിങ് ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ രീതിയിൽ ചർച്ചയാവാതിരുന്നത് ഒരു ഭാഗ്യമാണ്. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഷൺമുഖം ഒരു ചില്ലായ മനുഷ്യനാണെന്ന് ആദ്യ ഹാഫിൽ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് ഒരു കൂളായ ഡ്രൈവർ, അതിനോടൊപ്പം തന്നെ വളരെ കൂളായൊരു ഫാമിലി മാൻ. ഈ ഒരു തോട്ട് പ്രോസസ്സ് സിനിമയിൽ ഒരു പരിധി വരെ നേരത്തെ കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ മോഹൻലാൽ എന്ന ആക്ടറിനെ കാണുമ്പോൾ കിട്ടുന്ന ഫീല് അത് വേറെ തന്നെയാണ്. ഈ വാഷ്റൂമിൽ നിന്ന് കരയുന്ന സീനൊക്കെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഉള്ളിൽ തട്ടി. ലാസ്റ്റ് ടൈമായിട്ടായിട്ട് എൻ്റെ പെർഫോമൻസ് കണ്ട് ഇങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടിയത് ഒപ്പം ജനതാ ഗാരേജ്, മനമന്തമൊക്കെ കണ്ടിട്ടാണ്. സോ ഈ കാര്യത്തിലൊക്കെ മോഹൻലാൽ എന്ന ആക്ടറിനോട് ഈ സിനിമ ജസ്റ്റിസ് പുലർത്തിയിട്ടുണ്ട്. ശോഭന മോഹൻലാൽ കോംബോയിൽ വന്നിട്ടുള്ള മണിച്ചിത്രത്താഴ്, പവിത്രം എന്നീ സിനിമകളുടെ റെഫറൻസ് പൈസിങ് എല്ലാം കറക്റ്റായിട്ടാണ് സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഒരു ഹോമേജ് പോലെയോ അല്ലെങ്കിൽ ഒരു സ്പൂഫ് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം വ്യക്തമായി എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം എന്ന കാര്യത്തിൽ നൈസായിരുന്നു. മറ്റൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏട്ടന് കിട്ടിയ ബാക്ക്ലാഷുകളെ ഒരു ഹാസ്യ രീതിയിൽ സിനിമയിൽ കൊണ്ടുവന്നതാണ്. മലം കൾട്ട്, കണ്ടത് നിജം, വെട്ടിയിട്ട വാഴത്തണ്ട്, കഞ്ഞിയെടുക്കട്ടെ മാണിക്ക, ഇതൊക്കെ അദ്ദേഹം നല്ല റെസിസ്റ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പൊതുവെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഒരു നടൻ്റെ മുന്നേ വളരെ സക്സസ്ഫുൾ ആയ ഒരു ചിത്രത്തിൻ്റെ ഷെയ്ഡ്സ് എടുത്ത് മറ്റൊരു സിനിമയിൽ കൊണ്ടുവരുന്നൊരു പരിപാടി. പക്ഷേ ഇറിറ്റേറ്റ് ചെയ്തില്ല എന്നതാണ് ഈ സിനിമയിലുള്ള ഗുണം. ഒരു എക്സാമ്പിൾ പറയാം. അജയ് ദേവ്ഗണിൻ്റെ സക്സസ്ഫുൾ ആയ ഒരു ചിത്രമാണ് ദൃശ്യം. പക്ഷേ ഒരു സിമിലർ ഫോർമാറ്റിൽ ശേത്താൻ എന്ന സിനിമ വന്നപ്പോൾ അജയ് ദേവ്ഗൺ ദൃശ്യത്തിലെ വിജയ് സൽഗോങ്കർ ആവാൻ ശ്രമിച്ചത് എനിക്ക് നല്ല കല്ലുകടിയായിരുന്നു. ഒരു ഹെൽപ്ലെസ് ആയ അച്ഛന് പെട്ടെന്ന് അങ്ങനെ ഒരു ട്രാൻസിഷൻ കൊടുത്തപ്പോൾ പെട്ടെന്ന് ഫോഴ്സ്ഡ് ആയ ഒരു ഫീൽ എനിക്കതിൽ തോന്നിയിട്ടുണ്ട്. എന്നാൽ തുടരും എന്ന സിനിമയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ദൃശ്യത്തിൻ്റെ ഒരു ഷെയ്ഡ് രണ്ടാം പകുതിയിൽ ഉണ്ടെങ്കിൽ പോലും അത് വല്ലാതെ മാറ്റർ ചെയ്തിട്ടില്ല. ലോഡ്ജിലുള്ള ഫൈറ്റ് സീൻസൊക്കെ നല്ലൊരു ഹൈ നോട്ടിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് സീന് ഒപ്പത്തിന് അതേ ഫോർമാറ്റിൽ പിടിച്ചതാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ സംവിധാന മികവ് കാരണം ഇങ്ങനെയുള്ള സെഗ്മെൻറ്റിൽ സിനിമ പിടിവിട്ട് പോയിട്ടില്ല. ദൃശ്യത്തിൻ്റെയും ഒപ്പത്തിൻ്റെയും ഇൻഫ്ലുവൻസ് സിനിമയ്ക്കുണ്ടെങ്കിലും അവിടെ കണ്ടത് തന്നെയാണ് ഇവിടെ കണ്ടത് എന്ന് പറയുന്ന പോലത്തെ ഡിസപ്പോയിൻമെൻറ്റ് ഇവിടെ എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു കാര്യം കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും അതുകൊണ്ട് തോന്നിയിട്ടില്ല. SU അരുൺ കുമാർ ഭരദ്വാജ് രംഗന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ഗംഭീര എഴുത്തിൽ വരുന്നൊരു സിനിമ ഒരുപക്ഷെ സംവിധാനത്തിൽ അത്രത്തോളം ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ സിനിമയുടെ ക്വാളിറ്റി കുറച്ച് ചിലപ്പോൾ കുറഞ്ഞേക്കാം. പക്ഷേ അത്ര ഗംഭീര എഴുത്തില്ലെങ്കിൽ പോലും സംവിധാനം കൊണ്ടൊരു സിനിമയെ നല്ലതാക്കി മാറ്റാൻ സാധിക്കും. തുടരും എന്ന സിനിമ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എഴുത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിധി വരെ മെല്ലെ ഇങ്ങനെ ബിൽഡ് ചെയ്തൊരു ഹൈ ആൻഡിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊന്ന് ലൂസ് ആവുന്നുണ്ട്. എസ്പെഷ്യലി ഫൈനൽ ആക്ട് വരുമ്പോൾ പോലും എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. ഇപ്പോൾ ലോഡ്ജ് സീനിൽ ജോർജ് മാത്തൻ എന്ന കഥാപാത്രത്തിന് ബെൻസ് പിടിച്ചൊന്ന് പൊട്ടിക്കണം എന്നുള്ള ആ ഒരു ഫീല് വരുന്ന സമയത്താണ് ആ അടി അവിടെ പൊട്ടുന്നത്. ഇത്തരം ഹൈ നോട്ടിൽ കയറിപ്പോകുന്ന സംഭവം ക്ലോസിംഗ് സീക്വൻസിലെ ഫേസ് ഓഫിൽ കിട്ടിയിട്ടില്ല. അത് എഴുത്തിൻ്റെ പോരായ്മയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ളൊരു മോട്ടീവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ബേസിക് ഫീല് അവിടെ വരുന്നുണ്ട്. പക്ഷേ ഒരു നല്ല ഇമോഷണൽ കണ്ടക്സ്റ്റ് അവിടെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നീട് ഇതൊന്നും വലിയ കുഴപ്പമില്ല എന്നൊരു ഫീലൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഇത്തരം ഫ്ലോസ് സിനിമയെ ബാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം തരുൺ മൂർത്തിയുടെ സംവിധാനം തന്നെയാണ്. ഹൈലി കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തുടരും ഒരു വെൽ ഡയറക്റ്റഡ് സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. തുടരും എന്ന സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.